ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ, അപ്പോൾ നമ്മൾ വളരെ രുചികരമായ ബീഫ് കട്ട്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലില്ലാത്തതും നെയ്യില്ലാത്തതുമായ കഷ്ണങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിരുമ്മി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ദേ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തീ കത്തിച്ച് നമുക്കിതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് ചൂടാറണ നേരം കൊണ്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ 1/2 കിലോ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം അടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇനി ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതേപോലെയുള്ള പൊടിക്കണയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. മിക്സി ഉള്ളവർക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് കുറേശ്ശെ ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ബീഫും നമ്മൾ നന്നായി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കിലോ സവാള, 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, ഒരു 8 പച്ചമുളക്, പിന്നെ വേണ്ടത് 3 തക്കാളി. ഇനി വെളുത്തുള്ളി നമുക്ക് പൊടിക്കണയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. മിക്സി ഉള്ളവർക്ക് വേണമെങ്കിൽ മിക്സിയിലിടാം, അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് ഇതിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വെളുത്തുള്ളി പൊടിച്ചെടുത്തു. ഇനി ഇഞ്ചി പൊടിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്ത് അത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇഞ്ചി നന്നായി പൊടിച്ചെടുത്തു. ഇനി നമ്മൾക്ക് പച്ചമുളകാണ് വേണ്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1 2 വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അത് പൊടിച്ച് വയ്ക്കാം നമുക്ക്. പച്ചമുളക് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള 4ആയിട്ട് നുറുക്കിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സവാള നന്നായി പൊടിഞ്ഞ് കിട്ടി. ഇനി നമുക്ക് തക്കാളി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കി വഴറ്റി മൊരിച്ചെടുക്കണത്. നല്ലൊരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല 2 ചെറിയ ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ചേർക്കുമ്പോഴാണ് കട്ട്ലേറ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്.
അപ്പോൾ ഇത് നന്നായി ഇളക്കി ഇപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫെല്ലാം നമ്മളിവിടെ ചേർത്തു. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇതിലിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഈ ഇറച്ചി നമ്മൾ വെറുതെ വേവിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ബീഫെല്ലാം നന്നായി മൊരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചൂടാറി തണുത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഇനി കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതേ എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെയും തൊലിയെല്ലാം നമ്മളിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയിൽ അടിച്ച് എടുക്കണവർക്ക് അങ്ങനെ അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ഉടച്ചെടുക്കാം. ഇനി ഇതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതേ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബീഫ് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഇതിൽ ചേർത്തിട്ട് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കട്ട്ലേറ്റ് ഷേപ്പാക്കി എടുക്കണം. ഇനി മിക്സ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉരുട്ടിയിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കുക. അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കട്ട്ലേറ്റ് വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മാത്രമാണ് വട്ടത്തിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഉണ്ടാക്കുന്നത് ടീസ്പൂൺ വെച്ചിട്ട് നീളത്തിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ടീസ്പൂൺ വെച്ച് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നത് ഈ ടീസ്പൂൺ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ടീസ്പൂൺ വെച്ച് ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മളത് വറുത്തെടുക്കണില്ല. നമ്മളത് ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കാം. നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് നേരം പുറത്ത് വെച്ച് തണുവ് പോയതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിൽ ലേശം ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ഓരോ കട്ട്ലേറ്റ് എടുത്ത് മുക്കി ബ്രെഡ് പൊടിച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ബ്രെഡ് കോട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാതും നമുക്ക് ഇതേപോലെ ബ്രെഡ് കോട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ സ്ഥിരം വീട്ടിലുണ്ടാക്കുമ്പോൾ ബ്രെഡ് കോട്ട് കൊടുക്കാറില്ല. ബ്രെഡ് കോട്ട് കൊടുക്കാണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതേ 3 ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഉള്ളിൽ മൊരിയില്ല, പുറം മാത്രം പെട്ടെന്ന് മൊരിഞ്ഞു പോകും. ഇത് നമ്മൾ കോരിയെടുക്കണ സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കോരിയെടുക്കുക. ഇപ്പോൾ ഇതേ എല്ലാം നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് കോട്ട് കൊടുക്കാത്ത കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. ഞങ്ങൾ ബ്രെഡ് കോട്ട് ചെയ്യാതെയാണ് ഫ്രൈ ചെയ്തെടുക്കാറ്.
അപ്പോൾ നമ്മളിവിടെ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ബ്രെഡ് കോട്ട് ചെയ്യാത്തത് സൂപ്പറാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് ബ്രെഡ് കോട്ട് കൊടുത്തത് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നല്ല ചൂടാണ്, അതും സൂപ്പറാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.